നാവികസേനയും ഫയർഫോഴ്സും NDRFിന്റെയും സംയുക്ത സഖ്യമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നാവികസേനയുടെ സ്കൂബ സംഘവും തെരച്ചിലിന് ഇറങ്ങിയിട്ടുണ്ട്. സോണാർ സംവിധാനം ഉപയോഗിച്ചുള്ള സംയുക്ത ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത്. റോബോട്ടുകളെ അടക്കം ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ. കുന്നുകൂടിയ മാലിന്യക്കെട്ടുകളാണ് ദൗത്യത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. വിവരങ്ങളുമായി റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, ഇന്നിപ്പോൾ ചെറിയ മഴ പെയ്യുന്നുണ്ട് തലസ്ഥാനത്ത്. നേരിയ മഴയാണെങ്കിലും അത് ഈ തെരച്ചിലിന് ഗുണകരമാകുമെന്നാണ് രക്ഷാദൗത്യത്തിലുള്ളവർ പറയുന്നത്. നാവികസേനയുടെ സ്കൂബ സംഘമാണോ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്? നമ്മൾ കാണുന്ന ദൃശ്യത്തിൽ കാണുന്നത് ഈ കറുത്ത വസ്ത്രം അണിഞ്ഞു നിൽക്കുന്നത് നാവികസേനയുടെ സ്കൂബ സംഘമാണെന്ന് തോന്നുന്നു. അവർ ഏതു രീതിയിലാണ് ഇനി തിരച്ചിൽ നടത്തുക? എവിടം മുതൽ എവിടം വരെ ആയിരിക്കും ഈ ഘട്ടത്തിലെ തിരച്ചിൽ? അരുൺകുമാർ, നാവികസേനയുടെ സ്കൂബ സംഘം രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. NDRF, ഫയർഫോഴ്സ് ഒരുമിച്ച് ഒരു തെരച്ചിലിനാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അധികം താമസിയാതെ തുടങ്ങും. അതിനു മുമ്പ് സോണാർ സംവിധാനത്തിന്റെ സഹായത്തോടെ തെരച്ചിലിനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു നേവി. കാരണം ഇന്നലെയും മെനഞ്ഞാന്നുമായി ഫയർഫോഴ്സിന്റെയും NDRFിന്റെയും ഒക്കെ സ്കൂബ ഡൈവർമാർ ഈ ടണലിനകത്ത് പ്രവേശിച്ച് പലതരത്തിൽ പരിശോധന നടത്തിയെങ്കിലും അവർക്കൊന്നും ജോയിയെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇനി ടണലിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ സാധ്യതയുള്ള രീതിയിൽ സാങ്കേതിക വിദ്യകളുടെ സഹായം വേണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സോണാർ സാങ്കേതിക വിദ്യയുടെ സഹായം കൂടി തേടിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ ടണലിനകത്തേക്ക് നേവിയുടെയും ഒപ്പം NDRFിന്റെ ഉൾപ്പെടെ സ്കൂബ ഡൈവർമാർ ഇറങ്ങും. ഒരേ സമയത്ത് ഇവിടെ പരിശോധന നടത്തുന്ന അതേ സമയത്ത് തന്നെ മറുഭാഗത്ത് ഈ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സ്കൂബ ഡൈവർമാർ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇപ്പോൾ മഴ പെയ്ത് നഗരത്തിലാകെ രാവിലെ മുതൽ കനത്ത മഴയുണ്ട്. അതുകൊണ്ട് ഈ ആമേഴഞ്ചാൻ തോട്ടിലെ ഒഴുക്ക് വളരെ ശക്തമായി ഉണ്ട്. അത് ഈ രക്ഷാപ്രവർത്തനത്തിന്, രക്ഷാദൗത്യത്തിന് സഹായകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്ലാസ്റ്റിക് ഉൾപ്പെടെ ഈ കുടുങ്ങിക്കിടക്കുന്ന മാലിന്യങ്ങൾ ശക്തിയായി പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ജോയി അകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരും എന്ന ഒരു പ്രതീക്ഷയാണ് ഈ ദൗത്യസേനക്കുമുള്ളത്. ഏതായാലും തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഇവർ ഈ ആമേഴഞ്ചാൻ തോട്ടിലേക്ക് ഇറങ്ങും. ടണലിനകത്ത് പരിശോധന ആരംഭിക്കും. അതിനുള്ള തയ്യാറെടുപ്പാണ്. ഇന്നലെയും മെനഞ്ഞാന്നും ഏറെ നേരം പലതവണ ഏതാണ്ട് ഈ ടണലിന്റെ 70% ഈ സ്കൂബ ഡൈവർമാർ, കേരള ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവർമാർ പരിശോധന നടത്തി. അവിടെ ഒന്നും ജോയിയെ കണ്ടെത്താൻ ഉതകുന്ന ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല. ഒരു ഘട്ടത്തിൽ റോബോട്ടിക് ക്യാമറകളുടെ സഹായത്തോടെ അടക്കമുള്ള പരിശോധനകൾ നടന്നു. അത്തരം പരിശോധനകളിലും സൂചനകൾ ലഭിച്ചില്ല. പിന്നീടാണ് ഇന്നലെ പലവട്ടം യോഗം ചേർന്നിരുന്നു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ. ഒടുവിൽ മൈനർ ഇറിഗേഷൻ വിഭാഗത്തിന്റെ ഒരു സഹായത്തോടെ ഈ അഴുക്ക് വെള്ളം അത് തൽക്കാലത്തേക്ക് തടയണ കെട്ടി തടഞ്ഞു നിർത്തി പിന്നീട് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അത് തുറന്നു വിടാനുള്ള ഒരു തീരുമാനം. ആ ശക്തമായ ഒഴുക്കിൽ അത് രക്ഷാദൗത്യത്തിന് ഗുണകരമാകും എന്ന ഒരു കണക്കുകൂട്ടലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ ആരംഭിക്കുന്ന നേവിയുടെയും NDRFിന്റെയും ഫയർഫോഴ്സിന്റെയും ഈ പരിശോധന അത് വിജയം കണ്ടില്ലെങ്കിൽ ഈ മൈനർ ഇറിഗേഷൻ വിഭാഗത്തിന്റെ സഹായത്തോടെ തടയണ നിർമ്മിച്ച് വെള്ളം കെട്ടി നിർത്തിയുള്ള ഒരു പരിശോധന, അത്തരമൊരു പരീക്ഷണം നടത്തും. അങ്ങനെയെങ്കിൽ ഈ വെള്ളം കെട്ടിയിരുന്നാൽ ശക്തമായി അത് തടയണ വളരെ പെട്ടെന്ന് അത് മാറ്റുമ്പോൾ ശക്തമായ ഒഴുക്കുണ്ടാകും. ആ ഒഴുക്ക് കൃത്രിമമായി സൃഷ്ടിക്കുന്ന ആ ഒഴുക്കിലൂടെ ജോയി കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരും എന്ന ഒരു പ്രതീക്ഷ. ഏതായാലും ഇനി ഈ ടണലിന് അപ്പുറത്തേക്ക് കുറച്ച് ദൂരേക്കുള്ള പരിശോധനകളും ഇനി ഉണ്ടാകും. കാരണം ഇവിടെ പരിശോധന നടക്കുമ്പോൾ തന്നെ ഒഴുക്ക് ശക്തമായതുകൊണ്ട് തന്നെ ഈ ടണലിന് പുറത്തേക്ക് പരിശോധനകൾ ഉണ്ടാവും. കുറച്ച് അപ്പുറത്തേക്കുള്ള പരിശോധനകളും തുടങ്ങാൻ ഫയർഫോഴ്സ് നാവികസേനയുടെ സ്കൂബ സംഘത്തെ ആമേഴഞ്ചാൻ തോട്ടിലേക്ക് ഇറക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ ഉദ്യോഗസ്ഥനായിരിക്കും ആദ്യഘട്ടത്തിൽ ഇറങ്ങുക. ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ചായിരിക്കും അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹം തയ്യാറെടുക്കുന്നു. നാവികസേനയുടെ സ്കൂബ സംഘമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ സ്കൂബ സംഘമാണ് ഇറങ്ങിയതെങ്കിൽ ഇന്നിപ്പോൾ നാവികസേനയുടെ സ്കൂബ സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഈ തെരച്ചിലിനായിട്ട് ഇറങ്ങുന്നത്. അദ്ദേഹം ഓക്സിജൻ സിലിണ്ടറുകൾ ഘടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ രക്ഷാകവചങ്ങൾ സംഘടിപ്പിച്ച് അദ്ദേഹം ഇറങ്ങുകയാണ്. പൂർണ്ണമായും സോണാർ സംവിധാനത്തിലൂടെയാണ് ഈ തിരച്ചിൽ നടക്കുക. ഈ ഉദ്യോഗസ്ഥൻ പോകുന്ന വഴിയിൽ ഈ ഉദ്യോഗസ്ഥനുള്ളിലേക്ക് പോകുമ്പോൾ വളരെ ദുഷ്കരമാണ്. ഈ
ഈ ടണലിനുള്ളിലെ അദ്ദേഹത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് 117 മീറ്റർ ഉണ്ട് ഈ ടണലിന്. ആ 117 മീറ്റർ സഞ്ചരിക്കുക വളരെ ദുഷ്കരമാണ്. പക്ഷേയെങ്കിലും ഈ ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തോടു കൂടി നാവികസേനയുടെ അത്യാധുനിക സാങ്കേതിക സഹായത്തോടു കൂടിയാണ് ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ടണലിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാവികസേനയുടെ സ്കൂബ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇറങ്ങുകയാണ് ആമയിഴഞ്ചൻ തോട്ടിലേക്ക്. രക്ഷാപ്രവർത്തനം 34 മണിക്കൂർ കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നേരിയ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിന് അല്പം ആശ്വാസം നൽകും, രക്ഷാപ്രവർത്തനത്തെ സഹായിക്കുമെന്ന് തന്നെയാണ് ഈ നാവികസേന ഉദ്യോഗസ്ഥരും പറയുന്നത്. അതേസമയം കനത്ത മഴയല്ല, നേരിയ മഴയാണ് പെയ്യുന്നത്. നാവികസേന ഉദ്യോഗസ്ഥർ എല്ലാവരും ഇന്നലെ രാത്രിയിൽ തന്നെ എത്തിയിരുന്നു. അവർ ഈ സ്ഥലം ഇന്നലെ രാത്രിയിൽ പരിശോധിച്ചു. എന്താണ് സ്ട്രാറ്റജി വേണ്ടതെന്ന് അവർ തീരുമാനിച്ചു. കേരള ഫയർ റെസ്ക്യൂ സർവീസിൻ്റെയും NDRFിൻ്റെയും ഒപ്പം നാവികസേനയുടെയും സ്കൂബ സംഘമാണ് ഇപ്പോൾ ഈ തെരച്ചിലിന് വേണ്ടി ഒരുങ്ങുന്നത്. ഒരു ഉദ്യോഗസ്ഥനാണ് ആദ്യഘട്ടത്തിൽ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് പോകുന്നത്. റോഷിപാൽ, ഇത് നാവികസേനയുടെ സ്കൂബ സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അദ്ദേഹം ഈ സാങ്കേതിക സംവിധാനങ്ങൾ ഘടിപ്പിച്ച ജാക്കറ്റുമായിട്ടാണ് ഇറങ്ങുന്നത്, അല്ലേ? അരുൺകുമാർ, ഇന്നലത്തെയും മെനിഞ്ഞാന്നത്തെയും തിരച്ചിലിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് നാവികസേന ഇപ്പോൾ തിരച്ചിൽ ആരംഭിക്കുന്നത്. സോണാർ സംവിധാനം ഉപയോഗിക്കുന്നു. എല്ലാ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അവസാനവട്ട ശ്രമമാണിപ്പോൾ സത്യത്തിൽ നടക്കുന്നത്. കാരണം 2 ദിവസം പിന്നിടുകയാണ് ജോയിയെ കാണാതായിട്ട്. ഏതാണ്ട് രണ്ടാം ദിവസം പൂർത്തിയാകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇനിയും വൈകിപ്പിച്ചുകൂടാ. നേവിയുടെ ഇന്നലെ രാത്രിയോടെ എത്തിയ നാവികസേന അംഗങ്ങൾ, അതിൽ 5 പേരാണ് സ്കൂബ ഡൈവർമാരുള്ളത്. അതിൽ അവർ തയ്യാറെടുപ്പ് നടത്തുന്നു. അല്പസമയത്തിനകം തന്നെ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയിയെ കാണാതായ ഇടത്തേക്ക് അവർ ഇറങ്ങും. ഫയർഫോഴ്സും NDRFും അവർക്ക് സഹായമായി ഉണ്ട്. അവർ ഈ ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ ഘടിപ്പിച്ച് അവർ തയ്യാറെടുക്കുകയാണ്. അവരുടെ സംഘത്തിനൊപ്പം തന്നെ NDRFും ഈ ഫയർഫോഴ്സും അവർക്ക് പ്രാഥമികമായ സൗകര്യങ്ങൾ ഒരുക്കും. ഒരു സംയുക്ത പരിശോധന, ഇത് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലുള്ള ഒരു സംയുക്ത പരിശോധന. കാരണം 2 ദിവസം പൂർത്തിയാകുന്ന ഒരു സമയമാണ്. ഏതാണ്ട് ഈ ജോയിയെ കാണാതായ അതിന് തൊട്ടു പിന്നാലെ ഒരു അരമണിക്കൂറിനകം തന്നെ ഇവിടെ ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി ഈ ഫെൻസിങ് അപ്പുറത്തേക്ക്, ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിനടുത്ത് ഫെൻസിങ്, ഈ ടണലിൽ ഫെൻസിങ് സ്ഥാപിച്ചിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ഒഴുകിപ്പോകുമ്പോൾ അവിടെ തടസ്സപ്പെടാൻ വേണ്ടി അവിടെ നിരീക്ഷണമടക്കം ഏർപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ ആ സമയം തുടങ്ങിയ ഒരു തെരച്ചിലാണ്. അത് പിന്നീട് NDRFിൻ്റെ സഹായത്തോടെയായി ഫയർഫോഴ്സിൻ്റെ തെരച്ചിൽ. ഏറ്റവും കൂടുതൽ സമയം ഫയർഫോഴ്സിലെ സ്കൂബ ഡൈവർമാരാണ് ഈ ടണലിനകത്ത് പ്രവേശിച്ചത്. ഇന്നലെയൊക്കെ മുഴുവൻ സമയം അവർ ടണലിനകത്ത് പലവട്ടം ഒരേ ദിശയിൽ തന്നെ അവർ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നാവികസേനയിലാണ് പ്രതീക്ഷ. ഇന്നലെ രാത്രി ഈ സോണാർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന പ്രേക്ഷകർക്ക് നമുക്കതൊന്ന് വ്യക്തമാക്കിയാൽ, ഈ സോണാർ സിസ്റ്റം എന്ന് പറയുന്നത് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് പറയുക. അതായത് ഈ സാധാരണ ഈ ബാറ്റ് ഉണ്ടല്ലോ, ഈ വവ്വാലുകൾ അവരുടെ ദിശ നോക്കി പോകുന്നത് ഈ സോണാർ സംവിധാനം ഉപയോഗിച്ചാണ്. അതിന് ഇൻബിൽറ്റ് ആയിരിക്കുന്ന ജൈവികമായിരിക്കുന്ന ഒരു എക്കോ ലൊക്കേഷനാണ് അവർ നടത്തുന്നതെങ്കിൽ ആ വവ്വാലുകൾ എങ്ങനെയാണ് പോകുന്നത് അതുപോലെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു തെരച്ചിലാണ്. സീറോ വിസിബിലിറ്റിയുള്ള ഇടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സോണാർ സംവിധാനമാണ്.